വെൻ യു റീഡ് ദ ബൈബിൾ ഇറ്റ് കംസ് ടു യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് അത് കയറുന്നു. അത് വേണം. അതതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ കഥകളൊക്കെ നമ്മൾ വായിക്കണം. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വായിക്കണം. ആദ്യത്തെ ഒരു ദിവസം വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് തലയിലോട്ടായിരിക്കും കയറുന്നത്. പക്ഷേ അവിടെ നിൽക്കരുത്. റീഡിങ് ദ ബൈബിൾ. അടുത്തത് മെഡിറ്റേറ്റിംഗ് ദ സ്ക്രിപ്ചർ. വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം ധ്യാനിക്കണം. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, വചനം ധ്യാനിക്കുമ്പോൾ അത് തലയിലേക്കല്ല കയറുന്നത്, അത് ഹൃദയത്തിലേക്കാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. മറ്റേത് ബുദ്ധിയിലാണ്. ഹൃദയത്തിലേക്ക് വചനം ധ്യാനിക്കുക. അത് നടക്കുന്നത്, വചനം വായിക്കുന്ന അല്ലെങ്കിൽ വേദോസം വായിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷേ ദൈവാത്മാവിന് നമ്മളെ തന്നെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ചു വചനം വായിക്കുന്നതാണ്. അതിനാണ് മെഡിറ്റേഷൻ. പ്രാർത്ഥിച്ചുകൊണ്ട്, വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് വചനം വായിക്കുകയല്ല, വചനം വായിച്ച് ധ്യാനിക്കുക. മെഡിറ്റേഷൻ. പ്രാർത്ഥനയോട് ദൈവമേ എന്താ നീ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച്, അപ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അതാണ് ധ്യാനം. വചന വായന എന്ന് പറയുന്നത് തലയിലേക്കാണ് കയറുന്നതെങ്കിൽ, വചന ധ്യാനം തലയിൽ കയറും. പക്ഷെ തലയിലേക്കല്ല, പ്രത്യുത നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്, നമ്മുടെ ബുദ്ധിക്കപ്പുറത്തേക്ക്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിക്കണം, വായിച്ചാൽ മാത്രം പോരാ, ധ്യാനിക്കണം. അങ്ങനെയൊരു ധ്യാനം നമുക്ക് ആവശ്യമാണ്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, വേദോസം വായിക്കുന്നത് തന്നെ, വേദോസം വായിക്കാതെ കിടന്നാൽ വല്ല ദുസ്വപ്നം എല്ലാം കണ്ടാലോ എന്നുള്ള പേടിക്കുക പലപ്പോഴും പലരും വായിക്കുന്നത്. വേദോസം വായിച്ചു കിടക്കണം, ഇല്ലേ വല്ല സ്വപ്നവും കാണുമെന്ന് പറയും പിള്ളേരോടൊക്കെ നമ്മൾ. അല്ല, ധ്യാനിക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഒരുമിച്ചിരുന്ന് വായിക്കണം, ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണം. എന്താണ് ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തോട് സംസാരിക്കണം. ദൈവം സംസാരിക്കും. അപ്പോഴാണ് ശരിക്കും ആ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നത്. അങ്ങനെയാണ് ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയുന്നത്. ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഈ വചനം കാണാതെ പഠിക്കുന്നതും വളരെ നല്ലതാണ്, അത്യാവശ്യമാണ്. മെമ്മറൈസ് ദ സ്ക്രിപ്ചർ. മെമ്മറൈസ് ദ സ്ക്രിപ്ചർ. സോ റീഡ് ദ സ്ക്രിപ്ചർ, മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ, മെമ്മറൈസ് ദ സ്ക്രിപ്ചർ. ഇതിന് വേദോസം മുഴുവൻ കാണാൻ പഠിക്കണമെന്നല്ല, കാണാൻ പഠിച്ചാൽ നല്ലതാണ്. നന്നായിട്ട് വചനമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് മെമ്മറൈസ് ചെയ്യിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളൊക്കെ കാണാതെ പറയട്ടെ ഒക്കെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ സഭായോഗത്തിന് വരുമ്പോൾ വാക്യമൊക്കെ പറയാൻ അവരെ പഠിപ്പിച്ചു വിടണം. അതിനുവേണ്ടി കുറച്ച് സമയം എടുക്കണം. നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും മാത്രം പഠിപ്പിച്ചാൽ പോരാ, വചനം പഠിപ്പിക്കാനായിട്ട് വചനം മെമ്മറൈസ് ചെയ്യിക്കണം. അത് ചെറിയ പ്രായത്തിലും, ഇനി ഇച്ചിരി പ്രായമായാലും അത് മെമ്മറൈസ് ചെയ്ത് പഠിക്കണം. മെമ്മറൈസ് ചെയ്തുള്ള ഗുണമെന്നറിയാമോ? കയ്യിൽ ഈ പുസ്തകം ഇല്ലാത്തപ്പോൾ പോലും ചിലപ്പോൾ ഈ പുസ്തകം നമുക്ക് തുറക്കാൻ പറ്റുകയില്ല. ഒരു ജീവിത സന്ദർഭം വരുമ്പോൾ പെട്ടെന്ന് വചനം നമ്മളോട് ഇടപെടണമെങ്കിൽ അത് കയ്യിലിരിക്കണം. കയ്യിൽ വചനം വേണം, വായിക്കണം, അത് തലയിലിരിക്കണം. പക്ഷേ അത് ഹൃദയത്തിൻ്റെ ആഴത്തിലിരിക്കണം, മനസ്സിലിരിക്കണം. അപ്പോൾ നമ്മൾ ചെന്ന് ചേരുന്ന ഏത് സാഹചര്യത്തിലും ദൈവാത്മാവ് നമ്മളോട് ഇടപെടും. അങ്ങനെ പെട്ടെന്ന് വേദോസം, ഇപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, യേശുവിൻ്റെ പ്രലോഭനങ്ങളുടെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, ഈ പ്രലോഭനങ്ങളുടെ സമയത്ത് യേശു പ്രലോഭനങ്ങളെ അതിജീവിച്ചത് മുഴുവൻ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്, അല്ലേ? ആ ദൈവവചനം ഉദ്ധരിക്കാൻ അന്നേരം യേശുവിൻ്റെ കയ്യിൽ ചുരുളുകൾ, അന്ന് ചുരുളുകളാണല്ലോ. ബൈബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല, വലിയ ചുരുളുകളാണ്. ഈ ചുരുളുകളും കൊണ്ടൊന്നുമല്ല അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയതെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഒരു യഹൂദ കുട്ടിയായി വളർന്ന യേശുവിന് വേദപുസ്തകം അവൻ മെമ്മറൈസ് ചെയ്തു. വചനം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സാത്താൻ ഓരോ കാര്യം പറയുമ്പോഴും അങ്ങനെയല്ല, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു, അല്ലേ? വചനം കൊണ്ട്. അങ്ങനെ തന്നെയല്ല, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, നിന്റെ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. വചനമാ പറയുന്നത് മുഴുവൻ. അങ്ങനെ പറയണമെങ്കിൽ വചനം നമ്മൾ മെമ്മറൈസ് ചെയ്യണം. യു നീഡ് ടു റീഡ് ദ സ്ക്രിപ്ചർ, യു നീഡ് ടു മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം നമ്മളോട് ഇത് എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അത് മെമ്മറൈസ് ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവാത്മാവ് അന്നേരം തന്നെ പറയും. അന്നേരം വചനം എടുത്ത് വായിക്കുന്നതിന് മുമ്പേ തന്നെ പറയും,
കുഞ്ഞെ, നീ വായിച്ചിട്ടില്ലേ ഇങ്ങനെ പറയരുതെന്ന്? നീ വായിച്ചിട്ടില്ലേ നിന്റെ സഹോദരനോട് വഴക്കുണ്ടാക്കരുതെന്ന്? നീ വായിച്ചിട്ടില്ലേ? ഇതൊക്കെ പോയി അന്നേരം വായിക്കുന്നതല്ല, മെമ്മറൈസ് ചെയ്താലുള്ള ഗുണമാണ്. അത് തന്നെയല്ല, ലവ് ദ ബൈബിൾ. ഈ ബൈബിളിനോട് ഭയങ്കര, വാക്യങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം വേണം. വേദപുസ്തകത്തെ, ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തെ സ്നേഹിക്കുക മാത്രമല്ല, വചനത്തോട് വലിയൊരു എ കൈൻഡ് ഓഫ് ലവ് ഓൾ ദ ടൈം. എപ്പോഴും ലവ് ദ ബൈബിൾ. ആൻഡ് ഇഫ് യു ലവ് ദ ബൈബിൾ യു വിൽ ഒബേ ദ ബൈബിൾ. നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വചനത്തെ അനുസരിക്കും. സോ റീഡ് ദ ബൈബിൾ, മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ, മെമ്മറൈസ് ദ സ്ക്രിപ്ചർ, ലവ് ദ ബൈബിൾ ആൻഡ് ഒബേ ദ ബൈബിൾ. ഒബേ ചെയ്താലുള്ള ഗുണം എന്നറിയാമോ? യു ക്യാൻ പ്രീച്ച് ദ ബൈബിൾ. അനുസരിച്ചാൽ പ്രസംഗിക്കാൻ പറ്റും, അനുസരിക്കാതെ പ്രസംഗിക്കാൻ പോയാൽ വലിയ അപകടമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ദൈവവചനം, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുവാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ ഇഷ്ടം അറിയുവാൻ, ഒന്ന്, ഒരു പക്ഷേ ദൈവം അസാമാന്യമായ നിലയിലൊക്കെ ചിലപ്പോൾ ഇടപെട്ടെന്നിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദമസ്കോസിലേക്ക് പോയ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനോട് കർത്താവ് സംസാരിക്കുകയൊക്കെ ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പത്രോസിനോട് ദൈവം സംസാരിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് സ്വാഭാവികമായി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അവൻ്റെ വചനത്തിലൂടെയാണ്. അവൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പുസ്തക ചുരുൾ, ഹനനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാപയാഗവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേജ്, അതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ബുദ്ധിയില്ല. പക്ഷേ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. അതെൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നെഹമ്യാവിനെ കുറിച്ച് മാത്രമല്ല, നെഹമ്യാവ് അതിൻ്റെ സ്റ്റോറിയാണ്. പക്ഷേ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് എന്നെക്കുറിച്ചാണ് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ എന്നെക്കുറിച്ചാണ് തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കുകയാണ്. പുസ്തകച്ചുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത്? 40 സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഈ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. ദൈവേഷ്ടം അറിയാൻ ശബ്ദമൊക്കെ കേട്ടോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ടൊന്നും പോകണ്ട. അതിന് മുമ്പേ തന്നെ നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? വചനം തന്നിട്ടുണ്ട്. ആ വചനം, അതിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ഇഷ്ടം. അപ്പോൾ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം. ഈ ഒരു തിരിച്ചറിവുണ്ടായിട്ട് ഈ വചനം വായിച്ചാൽ എന്തൊരു വ്യത്യാസമായിരിക്കും. ഞാൻ പറയട്ടെ, ദൈവേഷ്ടം അറിയാനുള്ള ഏറ്റവും സിംപിളസ്റ്റ് വേ എന്ന് പറയുന്നത് വചനമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം അറിയാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ വചനം ധ്യാനിക്കുക എന്നതാണ്. ധ്യാനിക്കുമ്പോഴാണ് ഉള്ളിലേക്ക് കയറുന്നത്. വചനം വായിക്കണം, പക്ഷേ ദൈവേഷ്ടം അറിയാനുള്ള സിമ്പിൾ വേ എന്ന് പറയുന്നത് റീഡ് ദ ബൈബിൾ വിത്ത് പ്രയർ ആൻഡ് മെഡിറ്റേറ്റ് ദ ബൈബിൾ ആൻഡ് യു വിൽ നോ വാട്ട് ഗാഡ് വാണ്ട്സ് യു ടു ഡു. ദൈവം എന്ത് നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവേഷ്ടം അറിയാനുള്ള സിമ്പിൾ മാർഗം വചനത്തെ ഉള്ളിൽ കയറ്റുകയാണ്. അങ്ങനെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം കയറി കഴിഞ്ഞപ്പോൾ എന്താ അവിടെ നമ്മൾ കാണുന്നത്? അവിടെ 7-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനം ഒന്ന് കയറട്ടെ. ബുദ്ധിയിലേക്കല്ല, ഉള്ളിലേക്ക്. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നത്. അപ്പൊ പിന്നെ ഇതൊരു ബേർഡൻ അല്ല, പിന്നെ ഇതൊരു ഭാരമല്ല. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം റിലേഷൻ ഇല്ലാത്തത് കൊണ്ട്, ശരിയായ നിലയിലുള്ള ബന്ധം, എൻ്റെ പ്രാണനാഥനായിട്ട്, എൻ്റെ പ്രാണപ്രിയനായിട്ട്, എൻ്റെ പിതാവായിട്ട് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ, വെറും കൽപ്പനകൾ തരുന്ന ഒരു യജമാനൻ എന്ന നിലയിലാണെങ്കിൽ
ചിലപ്പോൾ ആ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ അനുസരിക്കുമായിരിക്കും, പക്ഷെ പ്രിയപ്പെടുന്നത് എപ്പോഴാ? ആ റിലേഷൻ വർദ്ധിക്കുമ്പോഴാ പ്രിയപ്പെടുന്നത്. ഇത് പ്രിയമുള്ളവരെ, നമ്മുടെ റിലേഷൻ ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. ഇന്നലെ ഉള്ളതിനേക്കാൾ കുറെ കൂടെ അടുത്ത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്ന ഒരവസ്ഥ. ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇഷ്ടം ചെയ്യുന്ന ഒരു ബേർഡൻ അല്ല. പലപ്പോഴും ആളുകൾക്ക് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻ അത്ര ശക്തമല്ലാത്തത് കൊണ്ട്, യേശുവിനെ പിതാവായി കാണാതെ ഭർത്താവായി കാണാതെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട്, യജമാനൻ എന്ന നിലയിൽ മാത്രം ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന നിലയിൽ മാത്രം കാണുന്നത് കൊണ്ട് സംഭവിക്കുന്നത്, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും ഇല്ല. ചിലവർ പറയും, ഇങ്ങനെയൊക്കെയാ പറയുന്നത്, ദൈവം പറയുന്നത്, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലേ വല്ല നരകത്തിലെ വല്ലതും തള്ളിയിട്ടാലോ എന്നുള്ള ഒരു പേടി. നരകത്തെ പേടിച്ച് ദൈവത്തെ അനുസരിക്കുന്നവരുണ്ട്, സ്വർഗം മോഹിച്ച് ദൈവത്തെ അനുസരിക്കുന്നവരുമുണ്ട്. നരകവും സ്വർഗവും ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മുടെ പ്രാണപ്രിയൻ. ആ ബോധ്യം, ഞാനങ്ങ് പ്രിയപ്പെടുകയാണ്, ഈ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുകയാണ്, വേറെ ഒന്നുമില്ല. ഞാൻ പലയിടത്തും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സൂഫി പോയമുണ്ട്, പഴയ ഒരു പോയമാ. ഞാൻ തിയോളജി പഠിച്ചപ്പം വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതിനകത്ത് ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ എന്താണ് നിന്നെ പിൻപറ്റുന്നത്? വൈ ഐ ആം ആഫ്റ്റർ യു? ഞാൻ നിന്റെ പിന്നാലെ വരുന്നത് എന്തുകൊണ്ടാണ്? സൂഫി പോയറ്റ് ചോദിക്കുക, കവി ചോദിക്കുക. നരകത്തെ പേടിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ എന്നെ ആ നരകത്തിൽ നീ തള്ളിയിട്ടോളൂ. അദ്ദേഹത്തിൻ്റെ കവിതയാണ് പറയുന്നത്. നരകത്തെ പേടിച്ചാണ് നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ എന്നെ നീ നരകത്തിൽ തള്ളിയിട്ടോളൂ. ഞാൻ വായിച്ച ഒരു കവിതയാണ്. സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ എൻ്റെ നേരെ കൊട്ടി അടച്ചുകൊള്ളൂ. എന്നിട്ട് പറയാണ്, അല്ല ദൈവമേ, നിന്നെ മോഹിച്ച്, നിന്നെ മാത്രം മോഹിച്ചാണ് ഞാൻ നിന്റെ പിന്നാലെ വരുന്നതെങ്കിൽ എന്നെ നിന്റെ മാറോട് ചേർത്തണയ്ക്കണമേ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. കർത്താവിനെ അനുസരിക്കാത്തവർക്ക് നരകമുണ്ട്, കർത്താവിനെ അനുഗമിക്കാത്തവർക്ക് സ്വർഗമില്ല. ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവനെ പ്രിയപ്പെടുന്നത് കൊണ്ടാണ്. അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. അങ്ങനെയുള്ള ആ ഒരു ബന്ധം, അതാണ് നമ്മൾ, ആ സ്നേഹത്തിൽ നിന്നായിരിക്കണം നമ്മൾ അനുസരിക്കേണ്ടത്. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ആ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും ഒരു മോഹവുമില്ല. സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോകണമല്ലോ എന്ന് വെച്ചല്ല ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. എനിക്ക് എൻ്റെ യേശുവിനെ ഇവിടെ തന്നെ അങ്ങ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങോട്ട് അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ യേശുവിനെ അനുസരിക്കുന്നത്. അതൊന്നും ആലോചിച്ചൊന്നുമല്ല. കാര്യം യേശുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന എന്തും ഞാൻ എൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത്, സ്നേഹത്തിൽ നിന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി അനുസരണം ഒരു ബേർഡനല്ല, അനുസരണം നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. അത് നമ്മൾ പ്രിയപ്പെടുന്നതായ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അതിൻ്റെ അർത്ഥം അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നല്ല. ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. മത്തായി സുവിശേഷം 7-21 വാക്യം നമ്മൾ വായിച്ചല്ലോ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനും അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അതേ ഉള്ളൂ സ്വർഗത്തിൽ പോകാൻ, അതേ ഉള്ളൂ മാർഗം. കർത്താവേ 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 എന്ന് പറയുന്നത് മാത്രമല്ല. അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ എന്നുള്ളതല്ല. പാട്ട് പാടുന്നവനല്ല, പാട്ട് പാടുന്നത് കൊണ്ട് ആരും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാട്ട് പാടുന്നവന്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആരാധിക്കുന്നവൻ സ്വർഗത്തിൽ പോകുന്നു, അങ്ങനെയൊന്നുമില്ല. ആരാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ആരാധന. ഇവിടെ ആരാധന എന്ന് പറയുന്നത്, പാട്ട് പാടുന്നത്, പാട്ടിനാണ് നമ്മളിപ്പോൾ ആരാധന എന്ന് പറയുന്നത്. ആരാധന ലീഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് പാട്ട് പാടുന്നത്. പാട്ട് എനിക്കിഷ്ടമാണ് പാട്ട് പാടണം, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കുറേ പാട്ട് പാടിയത് കൊണ്ടോ പാട്ട് പാടി ആരാധിപ്പിച്ചത് കൊണ്ടോ ഒരാൾ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. ആരേ പോകത്തുള്ളൂ? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ പോകൂ. ആ ഇഷ്ടം ചെയ്യുന്നത് ഇപ്പോഴേ ഒന്ന് സന്തോഷിച്ചൊന്ന് ചെയ്യാൻ. അതായത് സ്വർഗത്തിൽ പോകണമല്ലോ, എനിക്കിതൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്. എന്തോ ജീവിതമാണ്, അതൊരു വല്ലാത്ത ജീവിതമല്ലേ.
ഞാൻ ഈ ലോകത്തിൽ തന്നെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ക്രിസ്ത്യൻ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ്. എനിക്ക് യേശു മതി. ആ യേശുമായിട്ടുള്ള ആ സ്നേഹവും അത് ഞാനങ്ങ് എൻജോയ് ചെയ്യുക. അതെല്ലാവരും എൻജോയ് ചെയ്യണം. അല്ലാതെ ഞാനിനി എന്തെങ്കിലും കാണിച്ച് ഞാൻ ആരാധിച്ചില്ലെങ്കിൽ സ്വർഗത്തിലും കാണാൻ പോകാതിരുന്നാലോ എന്നൊന്നും വെച്ചൊന്നുമല്ല. സ്വർഗത്തിൽ പോകും, അത് വേറെ കാര്യം. എപ്പോഴും കർത്താവിനെ അറിയുന്ന, അനുഭവിക്കുന്ന, അനുസരിക്കുന്ന അവസ്ഥ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ചെയ്യുന്നവൻ അവനെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് നമ്മൾ പറയുന്നതിനകത്ത് വേറെ അർത്ഥമില്ല. യേശുവിനെ നമ്മൾ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. വായി കൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവൻ കർത്താവായിരിക്കണം. കർത്താവാണെങ്കിൽ കർത്താവ് പറയുന്നത് കേൾക്കും, അനുസരിക്കും. അനുസരിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ സാധാരണ പോൾവാഷന്മാർ പറഞ്ഞ് ഇന്നത്തെ ഒരു വലിയൊരു പ്രോബ്ലം ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. എല്ലാവരും അങ്ങ് പൊക്കോളുമെന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്കുള്ളത്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ ഉടനെ അങ്ങ് പൊക്കോളുമെന്നാണ്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, മോനെ നീ സ്വർഗത്തിൽ പോവാം. പിന്നെ അതെന്നാ? നാളെ ഈ മീറ്റിംഗ് നടന്നപ്പം പാസ്റ്റങ്ങൾ പറഞ്ഞായിരുന്നു എഴുന്നേറ്റ് നിന്ന് യേശുവിനെ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞാൽ ചിരിക്കാൻ. ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പറയുന്നതിനകത്ത് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെങ്കിലും ഒന്ന് പറയട്ടെ. പക്ഷേ അങ്ങനെ പറയുന്നതല്ല. എന്താണ്? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമ്മളത് ചെയ്യുന്ന ഒരവസ്ഥ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാകുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും നമുക്കത് പഠിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.